ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് അഹാന കൃഷ്ണയാണ്. ഹലോ അഹാന. ഹായ് ഹായ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. അനിയത്തി ഹൻസികയും ഈ സിനിമയിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടല്ലോ. ഹൻസിക എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? അതിപ്പോ ഹൻസിക ഭയങ്കര ഫേമസ് ആയി. എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഹൻസികനെ അറിയാം. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ട ഒരു 30,000 ലൈക്ക് ആണെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഒരു ഫോട്ടോ ഇടുമ്പോൾ 60,000 ലൈക്ക് ആയിരിക്കും. അങ്ങനെ പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻ പവർ. ഞാൻ 2 വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് അല്ലേ. അപ്പം ഞാൻ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡെസ്പായിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ചുമ്മാ ടീങ്കിളൊക്കെ വായിക്കുന്ന പോലെ ഐസ് റീഡ് ദ സ്ക്രിപ്റ്റ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാത്രമല്ല പടത്തിൽ എല്ലാവരുടെയും ഡയലോഗ് എനിക്ക് അറിയാറുണ്ട്. കാരണം എനിക്ക് കാണാപ്പാടായിരുന്നു മിക്ക ഡയലോഗ്സും. കാരണം ഞാനൊരു 50 പ്രാവശ്യം ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. അറിയായിരുന്നു. ചോദിനൊക്കെ തെറ്റുമ്പോൾ ഞാൻ പറയും ഇതല്ല, അതാണ് ഡയലോഗ്. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. ടോവിനോ ആയിട്ട് സെറ്റിൽ വെച്ച് നടന്നൊരു രസകരമായ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? അത് ഒരു ദിവസം ഇങ്ങനെ പുള്ളി എനിക്ക് എൻ്റെ ഷോട്ട് കഴിഞ്ഞു, പുള്ളിയുടെ ഒരു ഷോട്ട് എടുക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് ഫ്രീ ആയിരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തുമ്മി ചെയ്യുമ്പോൾ എന്താണോ ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട. അപ്പോൾ പുള്ളി മറ്റേ സ്പ്രേ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ ഛൂ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങാക്കി. ഇതാണ് മൊത്തം എൻ്റെ മുഖത്ത് വന്ന് വീണത്. ബട്ട് എനിക്കത് മനസ്സിലായില്ല. ഇനി ഇതേ ട്രിക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വിനീത കോശി ഉണ്ടായിരുന്നു പടത്തിൽ. പുള്ളിക്കാരിയുടെ മുഖത്ത് ട്രൈ ചെയ്തേ. പുള്ളിക്കാരി ഇതേപോലെ ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ മുഖത്ത് നോക്കി പറയണോ എന്ത് വൃത്തിയുടെ കാണിക്കുന്നല്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സോങ് ഇറങ്ങിയത് 12 മണിക്കായിരുന്നു. ഒരു 12:03-04 ആയപ്പോ ജോഷി സാർ എന്റെ ഫോണിലേക്ക് വിളിക്കാം. എന്നെ സമ്മതിക്കണം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ജോഷി സാറാ. പുള്ളി പറഞ്ഞു മോളെ ഞാൻ പാട്ട് കണ്ടു, ഗംഭീരമായിട്ടുണ്ട്, മോള് നന്നായിട്ടുണ്ട്. ഞാനിങ്ങനെ താങ്ക് യു. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.